ഖത്തറിലെ ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന MES ഇന്ത്യൻ സ്കൂൾ 50-ാം വാർഷികം ആഘോഷിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി 1974 ആരംഭിച്ച MES ഇന്ത്യൻ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ അരനൂറ്റാണ്ടുകാലത്തെ കുടിയേറ്റ ജീവിതം കൂടി ഓർമ്മയിലേക്കെത്തും. ജീവിതം കരുപ്പിടിപ്പിക്കാൻ കടൽ കടന്ന മലയാളിയുടെ വിദ്യാഭ്യാസത്തിനായുള്ള അർപ്പണബോധത്തോടെയുള്ള കഠിനാധ്വാനവും പരിശ്രമങ്ങളുമാണ് ഇന്ന് 2 ക്യാമ്പസുകളിലായി 7500-ലധികം കുട്ടികൾ പഠിക്കുന്ന MES ഇന്ത്യൻ സ്കൂളായി ഖത്തറിൽ തലയുയർത്തി നിൽക്കുന്നത്. ലോകകപ്പോളം വളർന്ന ഇന്നത്തെ ഖത്തറിന് നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യൻ പ്രവാസികളുടെ കുട്ടികൾക്കായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന സ്വപ്നം ഇന്നത്തെ രീതിയിൽ വളർന്നു പന്തലിച്ചതിന്റെ നാൾവഴികൾ തുടക്കക്കാരിൽ ഒരാളായ BM സിദ്ദീഖ് വിവരിക്കുന്നത് ഇങ്ങനെ. ചെറിയ സ്ഥലത്തിലാവട്ടെ ഞങ്ങൾ ചെറിയൊരു വീട് വാടക എടുത്ത് എന്നിട്ട് ഈ മെമ്പർമാർ തന്നെ പോയി ബിൽഡിംഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരാണ് ക്ലീൻ ചെയ്യാൻ. ഒരു മെമ്പറെ ഭാര്യയായിരുന്നു എൻ്റെ പ്രിൻസിപ്പൾ ആദ്യമായിട്ട് വെച്ചത്. അങ്ങനെ നമ്മളൊരു 25 കുട്ടികളെയും വെച്ചിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഇൻസ്പെക്ഷൻ അവർ വന്ന് നോക്കി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അപ്പോൾ അവർ എണ്ണി നോക്കിയപ്പോൾ 20-22 കുട്ടികളെ കിട്ടിയുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ 1-2 വർഷം ഈ കുട്ടികളെ കൊണ്ടുവരവും ഒക്കെ മെമ്പർമാർ തന്നെയാണ്. ഈ വണ്ടിയും കൊണ്ടുപോകും, അവരെ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ബസ് നമ്മൾ കട മേടിച്ചത് അത് ടൊയോട്ടയിൽ നിന്നാണ്. അവർ അന്ന് നമ്മളെ മിരിച്ചോയ ആര്യാൽ മൂപ്പർ നമുക്കൊരു ബസ് തന്നിട്ട് നമ്മളോട് പറഞ്ഞ് 2-3 കൊല്ലം കൊണ്ട് കാശ് തന്നാൽ മതി. അങ്ങനെയാണ് അതിൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്തുണ്ട്, പിന്നെ വലിയൊരു അനുകൂലം നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഇതുമാതിരിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഇതിനും പുറമെ അക്കാഡമിക്കലായിട്ട് അതിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്രിൻസിപ്പാൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു, VK മുഹമ്മദ് കുഞ്ഞി. ആ VK മുഹമ്മദ് കുഞ്ഞിക്ക് അത് കൊടുത്തതിന് ശേഷമാണ് ഒരു സ്കൂൾ ലെവലിലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നു. ഖത്തറിലെ CBSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക മേഖലകളിൽ ദേശീയ തലത്തിൽ വരെ മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് MES മാറിക്കഴിഞ്ഞു. മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസ് നിരക്കിനൊപ്പം മികച്ച വിദ്യാഭ്യാസം, അച്ചടക്കം, സാങ്കേതിക സൗകര്യങ്ങൾ എന്നിവയിൽ ഉന്നത നിലവാരം സൂക്ഷിക്കുന്നതിലും മാനേജ്മെന്റും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. സിന്തറ്റിക് ട്രാക്കോടുകൂടിയ കളിക്കളം, മികച്ച സൗകര്യങ്ങളുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് ലബോറട്ടറികൾ, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് വർക്ക്ഷോപ്പ് തുടങ്ങിയവ MES ഇന്ത്യൻ സ്കൂളിലെ പ്രത്യേകതകളാണ്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി MES റേഡിയോ ഗോൾഡൻ വേവ്സ് കഴിഞ്ഞ മാസം അവതരിപ്പിച്ചിരുന്നു. മെഗാ പെയിന്റിംഗ് കോമ്പറ്റീഷൻ, മ്യൂസിക്കൽ റിയാലിറ്റി ഷോ, അറബിക് ഉറുദു പ്രസംഗ മത്സരം, TED 10, ഗോൾഡൻ ജൂബിലി മാരത്തൺ ഇന്റർനാഷണൽ തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ നജീബ്, ഉസ്മാൻ, BM സിദ്ദീഖ്, അജ്മൽ ഇസ്മായിൽ, പ്രിൻസിപ്പൽ ഹമീദ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൻവർ പാലേരി, 24 ദോഹ.